ഫിഷ് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല വറ്റ ഇരിക്കുന്ന കണ്ടു. അതിൽ നിന്ന് ഞാൻ ഒരു വറ്റ വാങ്ങിച്ചു. അതിൻ്റെ കൂടെ കുറച്ച് കപ്പയും. അപ്പം നമ്മൾക്ക് ഇന്ന് നല്ല മുളകരച്ച വറ്റ മീൻ കറിയും ഒരു കപ്പയും കൂടി ഉണ്ടാക്കും. ഈ വറ്റ ഞാനൊന്ന് ക്ലീൻ ചെയ്തുകൊണ്ട് വരട്ടെ. അപ്പം മീൻ കറിക്ക് വേണ്ട ഉള്ളിയും സവാളയും പച്ചമുളകും കൊന്തമുളകൊക്കെ നമുക്ക് അരിഞ്ഞു വെക്കാം. ഉള്ളി ഇതുപോലെ രണ്ടായിട്ട് മുറിച്ച് തൊലി കളയാൻ എളുപ്പമാണ്. ഇതൊരു കുറച്ച് വലിപ്പമുള്ള ഉള്ളിയാണ്, അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. നാല് വലിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു സവാളയും കൂടി ചേർക്കുന്നു. ഇതിവിടെ ഇരിക്കട്ടെ. അതിനിടയ്ക്ക് നമുക്ക് ഈ പുളി ഒന്ന് ചൂടുവെള്ളത്തിലിടാൻ കഴുകിയിട്ട്. അപ്പം അതിൻ്റെ പുളിയെല്ലാം ഇറങ്ങിയിരിക്കും. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡി ആകുമ്പോഴേക്കും പുളി ഞാൻ ചൂടുവെള്ളത്തിലിട്ട് ഇവിടെ വെക്കുവാണ്. വേസ്റ്റൊക്കെ ഇടാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ ഉള്ളി തൊലിയിലകളൊക്കെ ഇടാൻ ഞാൻ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കും. അപ്പോൾ എല്ലാം ജോലി കഴിയുമ്പോഴും നമുക്ക് അത് ഒരുമിച്ച് അങ്ങ്. അതുപോലെ തന്നെ മുളക്, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തണ്ട് കളഞ്ഞ് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ സവാളയുടെയും ഉള്ളിയുടെയും തൊലിയെല്ലാം കളഞ്ഞ് ഞാനിങ്ങനെ മുറിച്ച് കൊണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പെപ്പർ, പിന്നെ 4 പച്ചമുളക്, ഇതെല്ലാം കൂടി നമുക്ക് കഴുകിയിട്ട് ചെറുതായി അരിയാം. എല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞു വെക്കാം. ഇതിന് ഭയങ്കര എരിവാണ്, അതുകൊണ്ട് ഞാൻ 2 എണ്ണം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. 2 ആയിട്ട് മുറിച്ചിട്ടാൽ മതി. ഇതുപോലെ ഇനി സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതുപോലെ ചെറുതായി അരിഞ്ഞാൽ മതി കേട്ടോ. വലിയ സവാള ആയതുകൊണ്ട് ഞാൻ അതൊരു 3/4 സവാളയെ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതായത് ഈ അളവിന് ഒരു 3/4 കപ്പ് കാണും. കാരണം നമ്മൾ ചെറിയ ഉള്ളിയും കൂടി ഇടുന്നുണ്ടല്ലോ. അതുപോലെ അരിഞ്ഞെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സവാളയും പച്ചമുളകും ഇതാ തൊണ്ടൻമുളകും ഇതുപോലെ ഗ്രൈൻഡ് ചെയ്ത് ഞാൻ ജിഞ്ചർ ഗാർലിക് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഒരാഴ്ചത്തേക്ക് വെക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അത് ഞാനിപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ ഞാൻ അളവൊക്കെ കാണിക്കും. കറിക്ക് വേണ്ട സാധനങ്ങളെല്ലാം അരിഞ്ഞു കഴിഞ്ഞു. ഇനി കപ്പ പൊളിച്ചെടുക്കാം. അതുപോലെ 2 കപ്പയാണ് ഉപയോഗിക്കുന്നത്. ഒരെണ്ണം പൊളിച്ചു കഴിഞ്ഞു. ഇതിങ്ങനെ കൊത്തിയിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇതുപോലെ കൊത്തിയെടുക്കുന്നതാണ്. നടുക്കത്തെ എല്ലാം കളഞ്ഞിട്ട് ഇപ്പോൾ മീൻ്റെ എല്ലാം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ഇനി മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് നല്ല കളറിനും ചാറിനും നല്ല കൊഴുപ്പ് കിട്ടാനും. അപ്പോൾ ഇത് 3-4 ഐറ്റം കൂടി നമുക്ക് കുറച്ച് വെള്ളത്തിൽ പേസ്റ്റ് പോലെ ആക്കി വെക്കാം. അതുകൊണ്ടോ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് മാറ്റി വെക്കാം. തീ കത്തിക്കാം. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം വെളിച്ചെണ്ണ, ഒരു 3 ടേബിൾ സ്പൂൺ. അരപ്പെല്ലാം കിടന്ന് മൊരിയണമല്ലോ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഇരുന്നോട്ടെ. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഉലുവയെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ബ്രൗൺ കളറിൽ ഇരിക്കുന്നത്.
നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ചെറിയ ഉള്ളി, സവാള, അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക്, അതിങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന അതും കൂടി ചേർക്കാം. എല്ലാം കൂടി കിടന്ന് നല്ല ഒരു മുറി വെക്കാം. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ വേവട്ടെ. നമുക്കൊന്ന് മൂടി വെക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. 10 മിനിറ്റായി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഉള്ളി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ നമ്മൾ ഓൾറെഡി മല്ലിപ്പൊടിയും, മുളക് പൊടിയും, മഞ്ഞൾപ്പൊടിയും, പിന്നെ പപ്പരിക്കപ്പൊടിയും കൂടി പേസ്റ്റാക്കി വെച്ചതല്ലോ, അത് നമുക്കിതിലേക്ക് ഇടാം. പേസ്റ്റ് കഴുകി നമുക്കിതിലേക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരപ്പ് ഇതിനകത്ത് കിടന്ന് നല്ലപോലെ മുരിഞ്ഞ് വരണം. അപ്പോൾ എണ്ണ പോരെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ഒഴിക്കാം. തീ കുറച്ച് കൂട്ടി വെക്കാം. ഇത്ര നേരം ഞാൻ മീഡിയത്തിലാണ് വെച്ചിരുന്നത്. ഇനി ഹൈയിൽ മീഡിയത്തിന് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി മൂടി വെക്കാം. ഇപ്പോൾ അരപ്പെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ്. ഞാൻ ടൊമാറ്റോ സോസ് ഉപയോഗിക്കുന്നുണ്ട് ഇതിലേക്ക്. ഇതൊരു 1/2 കപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിക്ക് നല്ല കൊഴുപ്പും നല്ല ടേസ്റ്റും ഉണ്ടാവും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പിൻ്റെ വെള്ളമാണ്. ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർക്കാം. കുടംപുളിയാണ്. ഇത് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലോ, അതും കൂടി ചേർക്കാം. ഇനി കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. നേരത്തെ നമ്മൾ കുറച്ച് ഉപ്പിട്ടിരുന്നു, അത് പോരാ, കുറച്ചുകൂടി ചേർക്കാം ഉപ്പ്. ഇതൊന്ന് കിടന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് മീനിടാം. ഇതെല്ലാം കൂടി ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1 കിലോ മീനാണ്. അത് വലിയ ദശക്കട്ടിയുള്ള മീനാവുമ്പോൾ നമ്മൾക്ക് കുറച്ച് ചാറ് കൂടുതൽ വെക്കേണ്ടി വരും. കാരണം അതിൽ കിടന്ന് വേകണമല്ലോ, അതിൻ്റെ ഉപ്പും പുളിയും മീനിലോട്ട് പിടിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ഗ്രേവി ഉണ്ടായിരിക്കണം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതൊന്ന് മൂടി വെക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നല്ല തിളയെല്ലാം വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. മീൻ ഒരു 1.5 കിലോ മീനായിരുന്നു. അതിൽ നിന്നും ഞാൻ 4 പീസ് എടുത്ത് വറക്കാൻ വെച്ചു. ബാക്കി 1 കിലോ മീനാണ് ഇതിലേക്ക് ഇടുന്നത്. അതായത് എൻ്റെ തലയും വാലും വയറിൻ്റെ ഭാവമൊക്കെ എടുത്ത് ഞാൻ കറി വയ്ക്കും. ഈ മുട്ടയുണ്ടായിരുന്നു, മുട്ടയുള്ള മീനായിരുന്നു, അതാണ് മുട്ട. ഇനിയിപ്പം ഇത് തിക്കായ ഗ്രേവിയാണ്. ഇപ്പം മീനിൽ നിന്ന് ഇറങ്ങുമല്ലോ വെള്ളം, അപ്പോഴേക്കും ഇത് നല്ല കറക്റ്റ് പാകമാവും. മൂടി വെച്ച് മീൻ വേകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഞാൻ കപ്പ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ അടുപ്പിലോട്ട് വെക്കുവാണ്. നല്ലപോലെ വെന്ത് വന്നിട്ട് നമുക്കങ്ങ് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമുക്ക് കറി എങ്ങനെയെന്ന് നോക്കാം. മീനൊക്കെ നല്ലപോലെ വെന്ത് ചാറെല്ലാം നല്ല കുറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ഉപ്പും പുളിയും ഒക്കെ എന്താണ് പാകമെന്ന് നോക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ഇടും. എരിവെല്ലാം നല്ല പാകത്തിനുണ്ട്. കൂടി കറക്കി വെച്ചിട്ട് നമുക്കിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 സ്പൂൺ. അതിലേക്ക് നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇടാം. നേരത്തെ കറിവേപ്പില ഇടുന്നത് പറയാൻ മറന്നുപോയി, ഞാൻ ഇട്ടിരുന്നു കേട്ടോ. ലാസ്റ്റ് കുറച്ചുകൂടി കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് മാറ്റി വെക്കാം. തീ ഓഫ് ചെയ്യാം. അപ്പുറത്തെ അടപ്പിൽ ഞാൻ കപ്പ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊരു പകുതി വേവായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കടുക് വറുക്കണം. അതിനുശേഷം ഞാൻ ഫിനിഷ് ചെയ്യുമ്പോൾ കാണിച്ചു. കപ്പ ഇപ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് ഉണ്ടോ, നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റിയ കടുക് വറുക്കാം.
കപ്പ ഇനി കടുക് വറുത്ത് എടുക്കാം. പാൻ വെച്ച് തീ കത്തിച്ചിട്ട് ഇത് നല്ലൊരു ചൂടാവട്ടെ. നല്ലൊരു ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നല്ലൊരു ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുകിടാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി നമുക്കതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില, ചുവന്ന ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് മീഡിയത്തിനടുത്ത് തീ കുറച്ച് വെച്ചിട്ട് നല്ലൊരു മൊരിഞ്ഞ് വരും. ഉള്ളിയൊക്കെ നല്ലപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കളറിന് വേണ്ടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി. നല്ലപോലെ മുരിഞ്ഞ് വരട്ടെ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ലപോലെ മുരിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഇതിന്ന് മാറ്റി വെക്കാം. ഗാർണിഷിന് വേണ്ടി കുറച്ച് ഞാൻ മാറ്റി വെക്കുവാണ്. നമുക്കിതിലേക്ക് കപ്പ ചേർക്കാം. ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് കപ്പ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒത്തിരി ഡ്രൈ ആയി പോയി കപ്പ. കപ്പ ഇപ്പോൾ റെഡിയായി, മീൻകറി റെഡിയായി. നമുക്കിനി സെർവ് ചെയ്യാം.